ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെൻഡർ ടച്ച്. പഞ്ച്വാലിറ്റി അഥവാ കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 3 കാര്യങ്ങൾ എന്താണ്? ടൈം, ക്ലോക്ക് ആൻഡ് വാച്ച് എന്നിവയാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മുടെ ലോകത്തിലെ ക്ലോക്കും വാച്ചും മൊബൈലിലെ ടൈമും എല്ലാം നിന്നുപോയാൽ ഉള്ള ഒരവസ്ഥ ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് ക്ലോക്കും വാച്ചും ടൈമും ഒന്നും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ ടെൻഡർ ടച്ചിലൂടെ ചർച്ച ചെയ്യുന്നത് ക്ലോക്കിനെ കുറിച്ചും അതിന്റെ ചെറിയ ഹിസ്റ്ററിയെ കുറിച്ചുമാണ്. ലെറ്റ് us start the journey of ടെൻഡർ ടച്ച് with me, ജയ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വേർഡുകളും ഉണ്ടായി വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ക്ലോക്ക് എന്ന വേർഡും ഉണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിലെ ക്ലോക്ക എന്ന വേർഡിൽ നിന്നാണ് ക്ലോക്ക് എന്ന വേർഡ് രൂപപ്പെട്ടത്. ഫ്രണ്ട്സ്, നിങ്ങളിൽ എത്ര പേർക്ക് ക്ലോക്ക് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർ ക്ലോക്ക് മറ്റൊരാൾക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ട്? ക്ലോക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നതും വാങ്ങുന്നതും ബാഡ് ലക്ക് ആണെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ചൈനയാണ്. ചൈനയിൽ ആരും ക്ലോക്ക് ഗിഫ്റ്റായി കൊടുക്കാറുമില്ല, വാങ്ങാറുമില്ല. അതൊരു ബാഡ് ലക്ക് ആണെന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത്. നമ്മളോട് ചില പെൺപിള്ളേരൊക്കെ സമയം ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഓവറാക്കി പറയും, 2 o'clock എന്നൊക്കെ അല്ലേ. എന്നാൽ ഈ ഓ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അറിയില്ല. അത് അറിയാതെയാണ് നമ്മൾ ഓ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓ ക്ലോക്ക് എന്നാൽ ഓഫ് ദ ക്ലോക്ക് എന്നാണ്. 18-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഓ ക്ലോക്ക് എന്ന പ്രയോഗം വ്യാപകമായത്. ഓഫ് ദ ക്ലോക്ക് എന്നാൽ ക്ലോക്കിന്റെ എന്നാണ് അർത്ഥം. അപ്പൊ 12 o'clock എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ 12, അതായത് ക്ലോക്കിൽ 12 ആയി എന്നാണ് ഓഫ് ദ ക്ലോക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ക്ലോക്കിന്റെ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണ്. 1656-ൽ ക്രിസ്റ്റ്യൻ ഹൈജിൻ ആണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് ചില ആളുകൾ ക്ലോക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പെൻഡുലം ക്ലോക്ക് എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജിൻ ആണ്. 1930 വരെ വിപണിയിൽ സജീവമായതും പെൻഡുലം ക്ലോക്കാണ്. ഇന്ന് നമ്മൾ പെൻഡുലം ക്ലോക്ക് ഒക്കെ എന്ന് പറഞ്ഞ് വീട്ടിൽ വെക്കുന്നതൊക്കെ ഇലക്ട്രോണിക് ക്ലോക്കുകളാണ്. അത് ശരിക്കും പെൻഡുലം ക്ലോക്കുകൾ അല്ല. ശരിയായ പെൻഡുലം ക്ലോക്കുകൾ കാണണമെങ്കിൽ പല മ്യൂസിയങ്ങളിലും പോകണം. നമ്മളൊക്കെ കാലത്ത് നേരത്തെ എണീക്കാൻ ഫോണിൽ അലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഫോണിലാണെങ്കിൽ അന്ന് അലാം സെറ്റ് ചെയ്യാൻ പ്രത്യേകം ക്ലോക്കുകൾ ഉണ്ടായിരുന്നു, ഏതാണ്ട് ഇതേപോലെ. ഓക്കെ, ഇത്തരം ക്ലോക്കുകൾ കണ്ടുപിടിച്ചത് 1787-ൽ ലെവി ഹച്ചിനാണ്. അതിനു മുമ്പ് ആളുകൾ അലാം വെക്കാതെ എങ്ങനെ കൃത്യസമയത്ത് എഴുന്നേറ്റു എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് ടാക്സ് കെട്ടാറുണ്ട്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടുത്തെ ആളുകളോട് ടാക്സ് കെട്ടാൻ പറഞ്ഞത് ക്ലോക്ക് യൂസ് ചെയ്യുന്നതിനാണ്. ക്ലോക്കിന്മേൽ അമിത നികുതി ഈടാക്കുന്നത് കച്ചവടക്കാർക്ക് വൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് ഈ ടാക്സ് നിർത്തലാക്കി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ക്ലോക്ക് വാങ്ങുന്ന കടയിൽ പോയാൽ അവിടുത്തെ മിക്ക ക്ലോക്കിലെയും സമയം 10:10 എന്നായിരിക്കും. എന്താണ് 10:10 എന്ന് എല്ലാ ക്ലോക്കിലും സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാരണം? ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ആരും പറയുന്നത് അത്ര ശരിയല്ല. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് 10:10 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്നാണ്. എന്നാൽ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് 10:10 ഒന്നല്ല. പിന്നെ എന്താണ് ഈ ക്ലോക്കുകളിൽ 10:10 എന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാരണം? അതിന്റെ ശരിയായ കാരണം 10:10 എന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ബ്രാൻഡ് നെയിം കറക്റ്റ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ വി ഷേപ്പ് ആണ് 10:10 എന്ന സൂചി കൊണ്ട് അർത്ഥമാക്കുന്നത്. വി ഷേപ്പ് എന്നത് 2 പേർ ഇങ്ങനെ കൈ കൊടുക്കുന്ന സിമ്പിൾ ആയിട്ട് മാറ്റാം. ആളുകളെ തങ്ങളുടെ കടയിലേക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുന്ന സിമ്പിൾ ആയിട്ടാണ് 10:10 വെക്കാനുള്ള കാരണം. ഫ്രണ്ട്സ്, ഈ മോഡേൺ മെക്കാനിക്കൽ ക്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ മനുഷ്യർ പലതരത്തിലുള്ള ക്ലോക്കുകൾ ഉപയോഗിച്ചിരുന്നു. വാട്ടർ ക്ലോക്ക്, സൺഡയൽ ക്ലോക്ക്, സാൻഡ് ക്ലോക്ക്. ഈ ക്ലോക്കുകളൊക്കെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കൃത്യസമയത്ത് ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിൽ എത്താൻ പറ്റുമോ? എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടെൻഡർ ടച്ച് എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കൂടുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരാം.